ഗ്രീൻ വേൾഡ് കാട്ടിൽ നല്ലൊരു ദിവസമായിരുന്നു. തടാകത്തിന്റെ അടുത്തിരുന്ന് എല്ലാ മൃഗങ്ങളും രാവിലത്തെ തണുത്ത കാറ്റ് കൊള്ളുകയായിരുന്നു. എന്നാ പക്ഷികൾ അവരവരുടെ കൂട്ടിലിരുന്ന് തണുത്ത കാറ്റ് ആസ്വദിക്കുകയായിരുന്നു. അപ്പോഴേക്കും അവിടെ മണ്ടു വേട്ടക്കാരൻ എത്തി. ഈ കാട്ടിൽ ഒരുപാട് മൃഗങ്ങളുണ്ട്. കുറച്ചു ദിവസം നിന്നാ ആഹാരത്തിനധികം ബുദ്ധിമുട്ടേണ്ടി വരില്ല, ഒപ്പം സമ്പാദിക്കാനും. അങ്ങനെ പറഞ്ഞ വേട്ടക്കാരൻ അമ്പ് ചെയ്തു. കൊള്ളാലോ, മധുരമുള്ള ഒന്ന്. അതിന് ജീവനോടെ പിടിച്ച ചന്തയിൽ കൊണ്ടുപോയി നല്ല വിലയ്ക്ക് വിൽക്കാം. അങ്ങനെ വേട്ടക്കാരൻ തത്തയുടെ മേലില് അമ്പ് വിട്ടു. അതേ മീട്ടു, അവിടെ നിന്ന് പൊക്കോ. അപ്പോഴേക്കും മോണ്ടുകുരങ്ങൻ അമ്പ് ചാടിപ്പിടിച്ചു. എന്നിട്ട് വേട്ടക്കാരന്റെ കാൽ ലക്ഷ്യമിട്ട് മോണ്ടുകുരങ്ങൻ ആ അമ്പ് തിരിച്ചെറിഞ്ഞു. എന്റെ അമ്മേ, ഞാനിപ്പോ ചത്തുവേ. എന്തേ, നല്ല രസമുണ്ടല്ലേ? നിനക്ക് കാണിച്ചു തരടാ, ഞാനിപ്പോ പോവാ. എന്നാ ഞാൻ തിരിച്ചു വരും. ഇത് പറഞ്ഞ് വേട്ടക്കാരൻ അവിടുന്ന് തിരിച്ചുപോയി. നേരെ വീട്ടിലെത്തിയ ഉടനെ അവന്റെ മുറിവിൽ അവൻ മരുന്ന് തേച്ചു. ഇതൊന്ന് ശരിയാവട്ടെ, എന്നിട്ട് വേണം കാട്ടിൽ പോയി 3 പേരെ വേട്ടയാടാൻ. വേട്ടക്കാരൻ എന്നിട്ട് വൈകുന്നേരം വരെ വിശ്രമിച്ചു. എന്നിട്ട് അവന്റെ അമ്പും വില്ലെടുത്ത് വീണ്ടും ഇറങ്ങി. എവിടെ പോയി ഇവിടെയുള്ള മൃഗങ്ങളെല്ലാം എന്റെ അമ്പിൽ നിന്ന് രക്ഷപ്പെടുന്നോന്ന് കാണണം. വേട്ടക്കാരൻ മുന്നോട്ട് നടന്നു തുടങ്ങി. രാമു ആനയും ചോട്ടുമാനും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ചോട്ടുമാനെ, ശരീരഭാരം എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നാ ഞാൻ ആലോചിക്കുന്നത്. ആനയായതുകൊണ്ട് ഈ ശരീരം എനിക്ക് അങ്ങോട്ട് ചേരുന്നില്ല. ഇത്ര തടിച്ചതായിട്ട് തോന്നിയോ? അങ്ങനെ തോന്നുന്നെങ്കിൽ കാറ്റ് പോയ ബലൂൺ പോലെ സന്തോഷത്തോടെ വായുവിലേക്ക് അങ്ങ് പറന്നു പോവാ. എന്നിട്ട് പറയാ തടി കൂട്ടണമെന്ന്. ഞാൻ അവന്മാർക്കിപ്പോ കാണിച്ചു കൊടുക്കാം. ഇങ്ങനെ പറഞ്ഞ് വേട്ടക്കാരൻ മാനിന് നോട്ടമിട്ടു. എന്നിട്ട് അമ്പ് ചെയ്തു. ആ അമ്പ് മാന്റെ അടുത്തേക്ക് പോകുന്നതിന് മുൻപേ തന്നെ പരുന്തത് ചുണ്ടുകൊണ്ട് റാഞ്ചിയെടുത്ത് തിരിച്ചു വിട്ടു. അല്ല, ഇതെന്ത് കാടാണ്? പക്ഷികളെ മൃഗങ്ങൾ സംരക്ഷിക്കുന്നു, മൃഗങ്ങളെ പക്ഷികളും. ഇതാണ് ഞങ്ങളുടെ കാടിന്റെ ഐക്യം. ഏയ് വേട്ടക്കാരാ, നിനക്കിവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടെ നിന്ന് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇല്ല, ഞാൻ അത്ര പെട്ടെന്ന് തോറ്റുപോകുന്ന ആളല്ല. 2 കഴുകനും ഒരു കാക്കയും അവന്റെ പിന്നാലെ ചെന്നു. അയ്യോ അയ്യോ, രക്ഷിക്കണേ! വേട്ടക്കാരൻ അവന്റെ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടി. എല്ലാ മൃഗങ്ങളും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഈ മൃഗങ്ങൾ ഒരുമിച്ച് നിന്നാൽ പ്രശ്നമാണ്. അതുകൊണ്ടാണ് എനിക്ക് അവരെ ഒന്നും ചെയ്യാൻ കഴിയാത്തത്. എന്നാൽ ഇവരുടെ ഐക്യം തകർത്തേ പറ്റൂ. അവന്റെ കുടിലില് ഒരു തത്തയുണ്ടായിരുന്നു. അതിന്റെ നിറം ചുമപ്പായിരുന്നു. അവൻ പതുക്കെ അതിനെ പുറത്തേക്ക് എടുത്തു. ആ തത്തയുടെ മുഖത്ത് ഒരു കുസൃതി ഭാവം ഉണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ ആ ചുമന്ന തത്ത കാട്ടിൽ വന്നു. തത്ത നോക്കുമ്പോൾ ചെന്നായി അവിടെ വലിയൊരു മാംസത്തിന്റെ മുമ്പിൽ കിടന്നുറങ്ങുന്നതായിട്ട്. ഇനി നല്ല രസമായിരിക്കും. അവൻ ആ മാംസ കഷ്ണം എടുത്തു. അത് നേരെ കഴുകന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. കഴുകനും ആ സമയത്ത് ഉറങ്ങുകയായിരുന്നു. അപ്പോഴേക്ക് അവളുടെ മൂക്കിലേക്ക് മാംസത്തിന്റെ മണം വീശാൻ തുടങ്ങി. അങ്ങനെ അവൾ കണ്ണു തുറന്നു. ആഹാ, കൊള്ളാലോ. ഇതെവിടുന്ന് വന്നു? നല്ല വിശപ്പുണ്ടായിരുന്നു. ഇതിനെ അങ്ങ് കഴിച്ചേക്കാം. അങ്ങനെ പറഞ്ഞ് കഴുകനത് ആസ്വദിച്ച് തിന്നാനും തുടങ്ങി. അങ്ങനെ ചെന്നായി അവിടെ എണീറ്റു. അല്ല, ഇവിടെ ഉണ്ടായിരുന്ന ഇറച്ചി കഷ്ണം എവിടെ പോയി? ഞാനത് ഇവിടെ വെച്ചിട്ടല്ലേ കിടന്നുറങ്ങിയത്. അപ്പോഴേക്ക് ചുമന്ന തത്ത അവന്റെ അടുത്തെത്തി. ചെന്നായ സഹോദര, എനിക്കറിയാം നിന്റെ മാംസം ആരാ കട്ടോണ്ട് പോയതെന്ന്. പക്ഷെ ഉറപ്പ് തരണം, ഞാനീ പറഞ്ഞത് അവരോട് പറയില്ലെന്ന്. അല്ലെങ്കിൽ അവരെന്നെ കൊന്നുകളയും. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നീ എന്നോട് പറയേ, ആരാണ് ഈ ചതി ചെയ്തത്? ശരി, ഞാൻ പറയാം. ആ ചെങ്കിക്കഴുകനില്ലേ, അവൾ നിങ്ങളുടെ മാംസം എടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടു. അവക്ക് ഇത്ര ധൈര്യമോ? അങ്ങനെ പറഞ്ഞു ചെന്നായി അവിടെ നിന്ന് നേരെ കഴുകന്റെ വീട്ടിലേക്ക് എത്തി. വാ, എന്നിൽ നിന്ന് മോഷ്ടിച്ച മാംസം നല്ല രസത്തോടെ തിന്നിരിക്കുകയാണല്ലേ. മോഷ്ടിക്കാൻ നിനക്ക് നാണമില്ലേ? ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഉറക്കം എണീറ്റപ്പോ എന്റെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു ഇത്. പിന്നെ മാംസത്തിന് ചിറക് മുളച്ചോ? അങ്ങനെ അവര് തമ്മിൽ 1ഉം 2ഉം പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന മൃഗങ്ങളും പക്ഷികളും ഒക്കെ അവിടെ അങ്ങ് കൂടി. ചെയ്ത പണി ഏറ്റെന്നാണ് തോന്നുന്നത്. അങ്ങനെ തത്ത മൃഗങ്ങളുടെ ഭക്ഷണം മോഷ്ടിച്ച് നേരെ പക്ഷികൾക്ക് കൊണ്ടുകൊടുക്കും. എന്നിട്ട് പക്ഷികളെ ആക്രമിച്ച് അതിന്റെ കുറ്റം മൃഗങ്ങളെ ഏൽപ്പിക്കും. അങ്ങനെ പതിയെ പതിയെ മൃഗങ്ങളും പക്ഷികളും തമ്മിൽ വഴക്കാകും.
അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. ഒരുപാടായി നിങ്ങൾ മൃഗങ്ങളുടെ പീഡനം. ഒന്നുകിൽ ഈ കാട്ടിൽ നിങ്ങൾ മതി, അല്ലെങ്കിൽ ഞങ്ങൾ. നിങ്ങൾക്കതാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ആവട്ടെ. ഇന്ന് വൈകിട്ട് കുളത്തിന്റെ തീരത്ത് വെച്ച് ഞങ്ങൾ മൃഗങ്ങൾ, നിങ്ങൾ പക്ഷികളെ തീർത്ത് കളയും. മനസ്സിലായോ? യജമാനൻ, ഇന്ന് നല്ലൊരു പാർട്ടിക്ക് വകയുണ്ട്. ഇന്ന് നമുക്ക് ചുറ്റും രക്തവും മാംസവും ഉണ്ടാവും. നമുക്കത് ചുമ്മാതിരുന്നങ്ങ് കണ്ടാ പോരെ. വേട്ടക്കാരനും തത്തയും വൈകുന്നേരം ആയപ്പോ ആൽമരത്തിന്റെ അവിടെ പോയി ഒളിഞ്ഞിരുന്നു. എന്നിട്ട് മൃഗങ്ങളെ നിരീക്ഷിക്കാൻ തുടങ്ങി. ഒരു വശത്ത് മൃഗങ്ങളുടെ കൂട്ടം, മറുവശത്ത് പക്ഷികളുടെ കൂട്ടം നേർക്ക് നേരെ നിൽക്കുകയായിരുന്നു. രണ്ടു കൂട്ടരും ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. ഇനിയാണ് രസം. അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവാണ് ആദ്യത്തെ മത്സരം. അങ്ങനെ മോട്ടുകുരങ്ങൻ 2 കൈയിലും 2 ഇറച്ചി കഷ്ണങ്ങൾ കൊണ്ടുവന്നു. എന്നിട്ടത് തറയിലോട്ട് ഇട്ടു. നമുക്ക് നോക്കാം പക്ഷികളാണോ മൃഗങ്ങളാണോ ഏറ്റവും കൂടുതൽ മാംസം കഴിക്കുന്നതെന്ന്. മത്സരം തുടങ്ങാൻ പോവാണ് ഇപ്പോ. ഇതെന്ത് മത്സരമാണ്? ഈ മൃഗങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചോ? ഒരിറച്ചി കഷ്ണം ചെന്നായ തിന്നാൻ തുടങ്ങി. വേറൊരു കഷ്ണം പരുന്ത് തിന്നാൻ തുടങ്ങി. കുറുക്കൻ 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 കുറുക്കൻ. ഗോൾഡി പരുന്ത്, ഗോൾഡി പരുന്ത്, ഗോൾഡി പരുന്ത്. സുഹൃത്തുക്കളെ, കുറുക്കനാണ് ആദ്യം ഭക്ഷണം കഴിച്ചു തീർത്തത്. അതുകൊണ്ട് ജയിച്ചിരിക്കുന്നത് പരുന്താണ്. ഞങ്ങൾ ജയിച്ചിരിക്കുന്നു. ഇതെന്ത് വിഡിത്തമാണ്? ഭക്ഷണം വേഗം തീർത്തത് കുറുക്കനും ജയിച്ചിരിക്കുന്നത് പരുന്തുവോ? ഇനി രണ്ടാമത്തെ മത്സരം. നോക്കാം ആദ്യം മരം കയറുന്നത് പക്ഷിയാണോ അതോ മൃഗമാണോ എന്ന്. അവനിത് പറഞ്ഞപ്പോഴേക്കും മോണ്ടുകുരങ്ങൻ മരം കയറാൻ തുടങ്ങി. ടീനുക്കിളിയും പറന്നു പറന്ന് മരത്തിന്റെ ചില്ലയിൽ പോയിരുന്നു. ഈ മത്സരത്തിൽ ജയിച്ചിരിക്കുന്നത് മോട്ടുകുരങ്ങനാണ്. കൈയടിക്കൂ സുഹൃത്തുക്കളെ. എപ്പോഴാണ് ഇവർ പരസ്പരം കൊല്ലാൻ പോകുന്നത്? ഇനിയാണ് മരണത്തിന്റെ മത്സരം. അവർ ഇപ്പോഴാണ് പോരടിക്കുന്നതെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം പക്ഷികളാണോ മൃഗങ്ങളാണോ ഏറ്റവും നന്നായി നൃത്തം ചെയ്യുന്നതെന്ന്. ഇത് കണ്ട് വേട്ടക്കാരൻ ആകെ പടപ്രാന്തനായി. എന്നിട്ട് മുമ്പോട്ട് ചാടി വന്നു. മതിയായി, മതിയായി. നിങ്ങൾ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഭ്രാന്തായോ? നിങ്ങൾക്ക് മത്സരിക്കണമെങ്കിൽ അത് ചെയ്യേ. ഇങ്ങനെ തിന്നും കുടിച്ചും ഡാൻസ് കളിച്ച് ആര് മത്സരിക്കും? നിങ്ങൾ എപ്പോഴും ഇങ്ങനെയൊക്കെയാണോ മത്സരിക്കാൻ പോകുന്നത്? ഇത് കേട്ട് എല്ലാ മൃഗങ്ങളും പക്ഷികളും കുറച്ചു നേരത്തേക്ക് ശാന്തരായി. എന്നിട്ട് പെട്ടെന്ന് പൊട്ടിച്ചിരിക്കുകയും ചെയ്തു. ഞങ്ങൾ തമ്മിൽ ഒരിക്കലും വഴക്കുണ്ടാക്കില്ലെന്ന് അന്ന് തന്നെ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞതല്ലേ? പിന്നെന്തിനാണ് നിങ്ങൾ തത്തയെ അയച്ച് ഞങ്ങൾക്കിടയിൽ വഴക്കുണ്ടാക്കാൻ നോക്കിയത്? അല്ല, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാമായിരുന്നു? ആദ്യ ദിവസം തന്നെ ഞങ്ങൾക്കറിയാമായിരുന്നു ആ തത്തയെ അയച്ചത് നിങ്ങളാണെന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു നാടകം ഇവിടെ ഉണ്ടാക്കിയത്. എന്തേ, നല്ല രസമുണ്ടല്ലേ വേട്ടക്കാരൻ ചേട്ടാ? ഇത് കേട്ട് വേട്ടക്കാരൻ കണ്ണും തള്ളി പറഞ്ഞു, ഞാൻ നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ല. ഞാൻ പ്രതികാരം ചെയ്യും. സമയമായിരിക്കുന്നു. നിനക്ക് കിട്ടാനുള്ളതിന്റെ സമയമായിരിക്കുന്നു. വരൂ കൂട്ടുകാരെ, അങ്ങ് തീർത്തു കളഞ്ഞേക്ക്. ഇത് കേട്ടതോടെ വേട്ടക്കാരനെ എല്ലാ പക്ഷികളും ആക്രമിക്കാൻ തുടങ്ങി. എന്റെ കാലെല്ലാം പോയേ. അങ്ങനെ കാണ്ടാമൃഗം ഓടി വന്ന് വേട്ടക്കാരനെ തള്ളിയിട്ടു. യജമാനൻ, ഞാനും വരുന്നു. നിങ്ങൾ ഒറ്റയ്ക്ക് ഇതെങ്ങോട്ടാ പോകുന്നേ? ഇങ്ങനെ പറഞ്ഞ് തത്തയും അവിടുന്ന് പറന്നുപോയി. കൂട്ടുകാരെ, ഐക്യത്തിന്റെ ശക്തി നിങ്ങൾ കണ്ടില്ലേ? അതിന് വലിയ പ്രശ്നങ്ങളെപ്പോലും എളുപ്പത്തിൽ നേരിടാനുള്ള ശക്തിയുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കളെ എപ്പോഴും വിശ്വസിക്കുക. പിന്നെ ആരെയും തെറ്റിദ്ധരിപ്പിച്ച് ഒരു ബന്ധവും നശിപ്പിക്കരുത്.